വീഡിയോ വേറെ പ്ലേയേഴ്സിൻ്റെത് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ പിന്നീട് യൂട്യൂബ് തുടങ്ങിയപ്പോൾ നമ്മളിട്ട വീഡിയോ തന്നെ അവർ വീണ്ടും പോസ്റ്റ് ചെയ്തു. അവർക്ക് മോണിറ്റൈസേഷൻ ആവുകയും ചെയ്തു. ആ സമയത്ത് അവർക്ക് ബ്ലോക്ക് വന്നിരുന്നു. പക്ഷെ അവരെ വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചിട്ട് അവരെ വീഡിയോ ആക്കി. അത് ഇനി ഇതിനെ പഴയ പോലെ ആക്കിയെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, അതാണ് അറിയേണ്ടത്. ഇനി ആ റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ്. നമസ്കാരം. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് മോണിറ്റൈസേഷൻ കിട്ടാതെ ബ്ലോക്കായിട്ടിരിക്കുന്ന ഒരു ചാനൽ, ഇതെങ്ങനെയാണ് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത്, ഇതെങ്ങനെ ഒഴിവാക്കാം, ഇനി വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂസ് ഒരിക്കലും വരാത്ത രീതിയിൽ നമുക്ക് ചാനലിനെ സെറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഉള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്? ഇതൊരു 100% യൂട്യൂബേഴ്സിനും കറക്റ്റായിട്ട് റീയൂസ്ഡ് കണ്ടന്റ് എന്താണെന്ന് വ്യക്തമായൊരു ധാരണയില്ല. കാരണം റീയൂസ്ഡ് കണ്ടന്റിന് ഒരിക്കലും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷനോ യൂട്യൂബിൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വാർണിംഗ് സൈനോ സിഗ്നൽസോ ഒന്നും തന്നെ തരില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, യാതൊരു ഇഷ്യൂസോ വയലേഷൻസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാനലിനെ റീച്ച് ചെയ്യിക്കാം, അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്? ഒന്നാമത്തെ കാര്യം, റീയൂസ്ഡ് കണ്ടന്റ് എന്ന് യൂട്യൂബ് പറയുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ, അത് ഏത് ചെറിയ ചാനലോ വലിയ ചാനലോ എന്ത് ചാനലായാലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ ബേസിക് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ അപ്ലോഡഡ് ആയിട്ട് ഒരു കണ്ടന്റിനെ നമ്മൾ നമ്മുടെ ഫോണിൽ നിന്നോ സിസ്റ്റത്തിൽ നിന്നോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ച് സമയത്തിനുള്ളിൽ, ഒരു ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ, ചിലപ്പോൾ 1 day ഒക്കെ ആയിരിക്കും അവരെടുക്കുന്നത്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ രജിസ്റ്റർ ആവുന്നൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ കണ്ടൻ്റാണ്. അത് ഇനി നമ്മളുടെ ചാനലാണെങ്കിലോ നമ്മുടെ സുഹൃത്തിൻ്റെ ചാനലാണെങ്കിലോ ഇനി ഫേമസ് ആയ എന്തെങ്കിലും സെലിബ്രിറ്റിയുടെ ചാനലാണെങ്കിലോ എന്താണെങ്കിലും അത് യൂട്യൂബിൻ്റെ കണ്ടൻ്റാണ്. ഓക്കെ, ആ കണ്ടൻറ്റിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതിനെയാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, എനിക്കൊരു ചാനലുണ്ടായിരുന്നു ഒരു 3 വർഷം മുൻപ്. ആ ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ ചാനലിൽ വീഡിയോസ് ഞാൻ ഇടുന്നില്ല, അതിലെനിക്ക് വലിയ റീച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ വർഷം പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അതിൽ അത്യാവശ്യം റീച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പഴയ ചാനലിൽ ഇട്ടിരുന്ന വീഡിയോ നല്ലൊരു കണ്ടൻ്റ് ആയിരുന്നു, പക്ഷെ അതിലധികം റീച്ച് ഇല്ലാത്തത് കൊണ്ടാണ് അത് ക്ലിക്ക് ആവാത്തത്. അത് ചിലപ്പോൾ ഈ ചാനലിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റീച്ച് കിട്ടും എന്നുള്ള ഒരു സംശയമുണ്ട്. ആ വീഡിയോയെ എടുത്തിട്ട് ആ വീഡിയോയെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ചാനൽ, ഇത് എൻ്റെ തന്നെ കണ്ടൻ്റ് ആണല്ലോ, ഞാൻ മറ്റാരുടെയും കണ്ടൻ്റ് എടുത്തതല്ല, എൻ്റെ സ്വന്തം കണ്ടൻ്റാണ്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല, കോപ്പിറൈറ്റ് വരുന്നില്ല, മറ്റ് വാർണിങ്സോ സിഗ്നൽസോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ സേഫാണ്. അതിനുശേഷം ഈ ചാനൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിലൊരു 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞ് ഇത് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ 3rd സ്റ്റെപ്പിൽ റിവ്യൂവിൽ പോയി കഴിയുമ്പോഴാണ് ഈ ചാനൽ this channel does not allowed for monetization purpose, it have reused content എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മൾ റീയൂസ്ഡ് കണ്ടൻ്റ് ആണ് ഈ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറേ നാൾ മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്നതായിരിക്കും ഈ വീഡിയോ, പക്ഷെ നമ്മൾ ഈ വീഡിയോയെ പറ്റി മറന്നു വരെ പോയിട്ടുണ്ടാവും. മനസ്സിലായി? കാരണം നമ്മുടെ സ്വന്തം വീഡിയോ ആണല്ലോ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വീഡിയോയെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എത്ര വാച്ച് അവേഴ്സ് ആണോ
അത്രയും വാച്ച് അവേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ വാച്ച് അവർ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര വാച്ച് അവർ ആണോ പിന്നീട് 4000 മണിക്കൂർ ആവാനായിട്ട് വേണ്ടത്, ആ മീറ്റർ കംപ്ലീറ്റ് ആവാൻ വേണ്ടുള്ള വാച്ച് അവേഴ്സ് ആയി കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ എന്നാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത റീസണിലേക്ക് പോകാം. അടുത്ത റീസൺ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റ് ആണ്. മറ്റുള്ളവരുടെ ഇപ്പം സ്വന്തം കണ്ടന്റ് തന്നെ നമുക്കെടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കണ്ടന്റിൻ്റെ കാര്യം നമുക്ക് ഊഹിക്കാം. മറ്റ് സെലിബ്രിറ്റീസിൻ്റെയോ മറ്റാൾക്കാർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോയെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സൈറ്റിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. അതും യൂസ്ഡ് കണ്ടന്റിൽ പെടും. ഇനി നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ മാറ്റി നമ്മളതിൻ്റെ മ്യൂസിക്കൊക്കെ മാറ്റി കോപ്പിറൈറ്റ് വരത്തില്ലാത്ത രീതിയിലൊക്കെയാണ് ചെയ്തതെങ്കിലും കണ്ടന്റ് എപ്പോഴും അത് റീയൂസ്ഡ് ആണ്. ഓക്കെ, എപ്പം വേണമെങ്കിലും അതിൻ്റെ ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അടുത്ത ഒരു കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, ആ വീഡിയോ നമ്മൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ചും കൂടെ ഒന്ന് എഡിറ്റിങ് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി അല്ലെങ്കിൽ ആ വീഡിയോ കുറച്ച് നല്ലൊരു ദിവസം നോക്കി നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ചിട്ട് നമ്മളെ സ്വന്തം ചാനലിൽ തന്നെ ആ വീഡിയോയെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്, അതും റീയൂസ്ഡ് കണ്ടന്റിൽ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസിൽ എങ്ങനെയാണ് റീയൂസ്ഡ് കണ്ടന്റ്. ഷോർട്ട് വീഡിയോസിൽ മെയിനായിട്ട് പറയുന്നത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റിനെ നമ്മൾ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ പോളിസിയിൽ ഉള്ളൊരു റൂള്. പക്ഷെ എല്ലാവരും തന്നെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ ഫിലിം സോങ്ങുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിൽ എല്ലാവരും തന്നെ വീഡിയോ ഷോർട്സിൽ ഇടാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇടുമ്പോൾ മാത്രം എന്താണ് എനിക്ക് റീയൂസ്ഡ് കണ്ടന്റ് പ്രശ്നം കാരണം മോണിറ്റൈസേഷൻ കിട്ടാത്തത്? അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മ്യൂസിക് ലൈബ്രറിയിൽ കുറച്ച് സജഷൻസ് വരും, സോങ്സ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും നമ്മുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അങ്ങനെ റെഡിയാക്കി വെച്ച് ഒരാൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ്, ഒരു ഷോർട്ട് വീഡിയോയുടെ കണ്ടന്റ്, ആ ഷോർട്ട് വീഡിയോയിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്താലും ഈ ഫിലിം സോങ് എന്ന് പറയുന്നത് നമ്മളൊരു കോപ്പിറൈറ്റഡ് റീയൂസ്ഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനെ നമ്മളെടുത്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് വരും. വരാതിരിക്കണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളൊരു കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ആ കണ്ടന്റ് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യാതെ നമ്മുടെ സ്റ്റുഡിയോയിലോ നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലോ ഒന്നും വെച്ച് നമ്മൾ ഒരു മ്യൂസിക് ആഡ് ചെയ്യാതെ അതിനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും സോങ്. അങ്ങനെ ഇട്ടാൽ റീയൂസ്ഡ് കണ്ടന്റോ കോപ്പിറൈറ്റോ ഒന്നും വരില്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ മറ്റൊരാൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അത് പിന്നെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലായി കഴിയുമ്പോൾ അത് യൂട്യൂബിൻ്റെ ലൈബ്രറി സോങ് അല്ല, അതിന് കോപ്പിറൈറ്റും റീയൂസ്ഡും ഒക്കെ വാല്യൂ ഉള്ളൊരു സോങ്ങായി മാറും. അതിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ചാനലുകളിലെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചാനലുകളിൽ ഇങ്ങനെ നമുക്കറിയാം, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കറിയാം ഞാൻ എവിടെ നിന്നൊക്കെ എടുത്തതാണ് ഈ വീഡിയോസ്, മറ്റാരുടെയെങ്കിലും വീഡിയോസാണോ, ഒരു എഡിറ്റിങ് കാര്യങ്ങളൊന്നും മാറ്റം വരുത്താതെയാണോ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കും അപ്ലോഡ് ചെയ്യുന്ന ആൾക്കും നന്നായിട്ടറിയാം. ആ ആൾ ഈ വീഡിയോസിനെ എല്ലാം കണ്ടുപിടിച്ച് അതിനെ ഡിലീറ്റ് ചെയ്യണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാതെ വന്നു റീയൂസ്ഡ് കണ്ടന്റ് കാരണം. പ്രധാന പ്രശ്നം എന്നാന്ന് വെച്ചാൽ യൂട്യൂബ് ഒരിക്കലും കാണിച്ചു തരില്ല ഇന്ന വീഡിയോയുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നതെന്ന് ഒരിക്കലും കാണിക്കില്ല. ഇപ്പോൾ നമുക്കൊരു 600 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മോണിറ്റൈസേഷന് സമയത്ത് റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വന്നെങ്കിൽ നമ്മൾ ഈ 600 വീഡിയോയിൽ നിന്നും റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയത് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു ട്രാപ്പാണ്. അങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടി, അങ്ങനെയുള്ളവർക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും കണ്ടന്റ് എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഈ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി കോപ്പിറൈറ്റും റീയൂസ്ഡും തമ്മിലുള്ള
ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.